നമസ്കാരം. വയനാട് ദുരന്തം നടന്നിട്ട് ഈ ജൂലൈ 30 വരുമ്പോൾ ഒരു വർഷം തികയാൻ പോവുകയാണ്. ഈ ഒരു വർഷത്തിനിടക്ക് പല സംഭവങ്ങളും ചൂരൽമലയിലും ഈ മുണ്ടക്കയിലും ഉണ്ടായ ദുരന്തത്തെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ പാർട്ടിയിൽ ഉൾപ്പെടുന്ന യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ യൂത്ത് ലീഗന്മാരും പറഞ്ഞ വാക്ക് പാലിക്കാതെ ഇപ്പോഴും നിലകൊള്ളുകയാണ്. അപ്പോഴാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ തുടർന്ന് സർക്കാർ ആ ദുരന്ത ബാധിതർക്ക് ഉറപ്പു നൽകിയിട്ടുള്ള സഹായങ്ങളുമെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് അവിടെ സ്ഥലവും ഏറ്റെടുത്തുകൊണ്ട് വീടുകളുടെ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ചില കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ യൂത്തന്മാരും ലീഗിന്റെ ആൾക്കാരും ചേർന്ന് ചില പ്രാദേശിക ചാനലുകാരും ചേർന്ന് ഈ ദുരന്ത മുഖത്ത് നിന്ന് ചില അനാവശ്യ പ്രവണതകൾ കാണിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള പദ്ധതികളൊന്നും നടപ്പിലാക്കുന്നില്ല എന്നും സർക്കാർ വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കാൻ പോകുന്നില്ല എന്നുള്ള നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ചില ചാനലുകളും അതിന് ഒപ്പം കള്ളവാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിഷ്പക്ഷമായി നിന്നുകൊണ്ട് ഒരു പ്രവർത്തകൻ അവിടെ വരികയും അവിടെ ഈ പണി പുരോഗമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മുഴുവനും പകർത്തുകയും അത് യൂട്യൂബിലേക്ക് ആ ദൃശ്യങ്ങൾ ഇടുകയും ചെയ്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ യൂട്യൂബിൽ വൈറലായിരിക്കുകയാണ്. അപ്പോ അതിൻ്റെ ഈ പറയുന്നവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാനും അതുപോലെ തന്നെ സർക്കാർ വാക്കുകൾ നടപ്പിലാക്കുന്നില്ല എന്നുള്ളതും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അവിടുത്തെ പ്രത്യേകിച്ച് അവിടെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ ഈ ദുരിത ബാധിതരായിട്ടുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും പിരിച്ച പൈസയും കാണുന്നില്ല, അതുപോലെ തന്നെ അവർക്ക് വീടും വെച്ചു കൊടുത്തില്ല. അതേപോലെ തന്നെയാണ് സർക്കാരും എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഈ പ്രതിപക്ഷ കക്ഷികളിൽ നിന്നും പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ഈ യൂത്ത് ലീഗന്മാരുടെയും മുസ്ലിം ലീഗുകാരുടെയും ഒക്കെ പിന്തുണയോടെ കള്ളവാർത്തകൾ പ്രചരിക്കുക. എന്താണ് സത്യാവസ്ഥ? കേന്ദ്രത്തിൽ നിന്ന് പൈസ ഒന്നും തരുന്നുമില്ല, കേന്ദ്രത്തിലേക്ക് പ്രതിഷേധവുമില്ല. കേരള സർക്കാരിനെതിരെ ഈ ജനങ്ങളെ തിരിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഇക്കൂട്ടർക്കുള്ളൂ. വിശദ വിവരങ്ങളടങ്ങിയ കത്തയച്ചു തന്നെ മുഖ്യമന്ത്രി കേന്ദ്രത്തിലേക്ക് സമർപ്പിക്കുകയുണ്ടായി. എന്നാൽ അതിനുള്ള മറുപടിയും കിട്ടിയില്ല, ആ തുക അനുവദിച്ചതുമില്ല. എന്നാൽ ഈ പ്രതിപക്ഷ നേതാക്കന്മാരും അതുപോലെ തന്നെ പ്രതിപക്ഷത്തുള്ളവരും BJP ഉൾപ്പെടെ കേന്ദ്രത്തിനോട് ചോദിക്കാനോ കേന്ദ്രത്തിന്റെ അനാസ്ഥയെ ചൂണ്ടിക്കാണിക്കാനോ ഇവരൊന്നും ശ്രമിക്കുന്നില്ല. ചെറിയ ഒരു വീഴ്ചയുണ്ടായാൽ പോലും കാട്ടുതീ പോലെ പടരുന്ന ഈ സംസ്ഥാനത്ത് കള്ളപ്രചാരണങ്ങൾക്കാണ് കൂടുതൽ വില. ഈ ചാനൽ പ്രവർത്തകരും ഉൾപ്പെടെ കേരള സർക്കാരിന്റെ ഈ പ്രവർത്തനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. അവിടെ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് പണിയുന്ന നല്ല മനോഹരമായ വീടുകളും അവിടുത്തെ ഭൂപ്രകൃതിക്ക് അനുസൃതമായിട്ടുള്ള പ്രദേശങ്ങളും അവിടെ ഈ പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് പണിയുന്ന വീടിന്റെയും ഭാഗങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. നമ്മുടെ ഈ റോഡ് പോണത് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായിട്ട് സർക്കാർ ഏറ്റെടുത്ത് വീടുകൾ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ്. നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം അവിടെ എത്രത്തോളം വീടുകൾ ഉണ്ടായിട്ടുണ്ട്, എത്രത്തോളം വീടുകളുടെ പണി നടക്കുന്നുണ്ട്, എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് മാധ്യമങ്ങൾ പറയുന്നതല്ല, നമുക്ക് പോയി ഒന്ന് നേരിട്ട് കണ്ടു നോക്കാം. നമ്മുടെ വയനാട് കൽപ്പറ്റ ബൈപ്പാസിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് റൈറ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ. വയനാട് നടക്കുന്ന ടൗൺഷിപ്പ് പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടമെന്ന രീതിയിലുള്ള 100 വീടുകളുടെ പരിപാടി, നിരവധി വീടുകളുടെ തറയുടെ ബെൽറ്റ് വാർപ്പ് കഴിഞ്ഞ ഒരവസ്ഥയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും.
ഞങ്ങളിവിടെ വന്നപ്പോൾ 2 ചേച്ചിമാർ റോഡ് സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ ഇങ്ങനെ നോക്കിയേക്കെന്ന് ചോദിച്ചപ്പം അവർ ഞങ്ങളോട് പറഞ്ഞ കാര്യം ഞങ്ങളുടെ വീടിൻ്റെ പണിയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. അത്രയും സുതാര്യമായിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഓരോ ജോലികളും മുന്നോട്ട് പോകുന്നത്. കുറഞ്ഞ സമയമാണ് ഈ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് കേട്ടോ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ കൃത്യമായ മേൽനോട്ടം. നമ്മൾ ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നിരവധി വാഹനങ്ങൾ അവരുടെ വന്ന് പോകുന്നത് കണ്ടു. നിരവധി ഉദ്യോഗസ്ഥർ വന്ന് നടക്കുന്ന പ്രവർത്തികൾ കൃത്യമായി നിരീക്ഷിക്കുന്നതും കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നമുക്ക് ഇവിടുന്ന് നേരിട്ട് കാണാൻ സാധിച്ചൊരു കാര്യമാണ്. ഇവിടെ വന്ന് ഈ കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു പുനരധിവാസ പ്രവർത്തനം അല്ലെങ്കിൽ ടൗൺഷിപ്പ് പ്രവർത്തനം നടന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ കാണാൻ കഴിയുന്നതാണ് ഇവിടുത്തെ മാതൃകാ വീട്. ഈ വീടിനെ പോലെയാണ് ബാക്കി ഉണ്ടാക്കുന്ന 100 വീടുകളും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ മുന്നിലൊരു വീട് ഉണ്ടാക്കി തന്നിട്ട് ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണിച്ചിട്ട് മറ്റു വീടുകൾ ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ളൊരു പുനരധിവാസ പാക്കേജ് അല്ലെങ്കിൽ ടൗൺഷിപ്പ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി പറയുക കേട്ടോ. എന്തായാലും വയനാട് വരുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതിനോട് സംശയമുള്ള ആളുകളൊക്കെ ഒന്ന് കൽപ്പറ്റ ബൈപ്പാസിൽ നിന്നും ഈ റൂട്ടിലേക്ക് കയറി ഒന്ന് ഈ വഴിയിലൂടെ സന്ദർശിച്ചാൽ നമുക്ക് നേരിട്ട് നമ്മൾ ആ കണ്ണുകൊണ്ട് നമുക്ക് കണ്ട് ബോധ്യപ്പെട്ട് പോകാവുന്ന കാഴ്ചകളാണിതൊക്കെ. ദുരന്തബാധിതരായിട്ടുള്ള ഈ പ്രദേശത്തിലെ ജനങ്ങൾക്കറിയാം അവിടെ എന്തുമാത്രം വീടിന്റെ പണി നടക്കുന്നു എന്നതും അതുപോലെ തന്നെ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുമൊക്കെ അവിടുത്തെ നാട്ടുകാർക്ക് നല്ല പോലെ അറിയാം. ഇതിനിടയിലാണ് ഈ മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഈ കള്ളപ്രചാരണ വേലകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം മുഖ്യമന്ത്രി ആലോചനാ യോഗം കൂടി അവിടെ ഈ ദുരിതബാധിതരായവരെ വാടകയ്ക്ക് താമസിപ്പിക്കുകയും അവർക്ക് ഡെയിലി 300 രൂപ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ഏകദേശം 3 മാസം തൊട്ട് 6 മാസം വരെയുള്ള കാലഘട്ടങ്ങളിൽ ആദ്യം കൊടുക്കുകയുണ്ടായി. പിന്നീട് മാസം തോറും ഒരു നിശ്ചിത തുക അവരുടെ കൈകളിലേക്ക് എത്തുകയും ഉണ്ടായി. ഇപ്പോൾ ഈ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുള്ള സ്ഥലത്ത് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഈ വീട് പണി പൂർത്തിയായി അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പൂർത്തിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.